മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തുന്ന ഭ്രമയുഗം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻസറിങ് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന UA സർട്ടിഫിക്കറ്റാണ്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ ആണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റിനുപരി ഇത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന സിനിമയായിരിക്കും എന്നുള്ളതാണ്. 52 വർഷങ്ങളായി ഈ ഒരു മനുഷ്യൻ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ ഒരു മനുഷ്യൻ ഇന്ത്യാവിൻ മാപെരും നടികർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേരാണ് മമ്മൂട്ടി. അതെ, ഈ ഒരു സിനിമയിൽ നമുക്ക് സാധാരണ സിനിമകൾ ഇതേപോലെ വരുമ്പോൾ പറയുന്ന രീതിയിലുള്ള പറച്ചിലുകളല്ല. ഗംഭീരമായിരിക്കും, അതിഗംഭീരമായിരിക്കും, തിയേറ്ററുകൾ ഇളക്കി മറിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇവിടെ ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ഇളക്കി മറിക്കുന്ന നടികരായിരിക്കും ഇതിനകത്തിലും മമ്മൂട്ടി. ഇതൊരു മമ്മൂട്ടി നായകനായി വരുന്ന സിനിമയല്ല എന്നുള്ളത് എല്ലാവരും അറിയുക എന്നുള്ളത് തന്നെയാണ്. അർജുൻ അശോകനാണ് സിനിമയിൽ നായകനായി എത്തുന്നത്. ഇതിൽ വില്ലനായി എത്തുന്നതാണ് മമ്മൂട്ടി. തുടർച്ചയായി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നടനാണ് മമ്മൂട്ടി എന്നുള്ളതാണ്. അതായത് ഒരു സൂപ്പർ താരം ഏത് റേഞ്ചിലേക്ക് മാറണം എന്നുള്ളതല്ല അദ്ദേഹം കാണിച്ചു തരുന്നത്. ഒരു നടൻ ഏത് രീതിയിലേക്ക് മാറി ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ്. കാലത്തിനൊത്ത് ഒരു നടൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ എന്നും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള സിനിമയിലുള്ള താരങ്ങൾ അല്ലെങ്കിൽ അഭിനയത്തിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയാറില്ല. ഇവിടെ മമ്മൂട്ടി അതിനനുസരിച്ച് ഓരോ കാലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും യൂത്തന്മാരുടെ ഏറ്റവും പേടി സ്വപ്നം മമ്മൂട്ടി തന്നെയാണ്. യൂത്ത് നടന്മാരുമായിട്ട് എപ്പോഴും കോമ്പറ്റീഷനുള്ള ഒരേ ഒരു നടൻ അത് മമ്മൂട്ടിയായി മാറുന്നതിൻ്റെ രഹസ്യവും അത് തന്നെയാണ്. ഇവിടെ ഭ്രമയുഗം എന്ന സിനിമ എടുക്കുമ്പോൾ രാഹുൽ സദാശിവൻ്റെ സിനിമയാണ്. നമുക്കറിയാം, ഏജ് ഓഫ് മാഡ്നസ് ഒരു ഹൊറർ മൂവിയായിട്ട് വരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വരുമ്പോൾ ചക്രവർത്തി രാമചന്ദ്രയും ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ മമ്മൂട്ടി ചൂസ് ചെയ്തപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ സിനിമകളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രീതിയിൽ തന്നെയാണ് സിനിമ വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കളർ യുഗം എന്ന് നമുക്ക് തന്നെ അറിയാം. സിനിമകളെല്ലാം തന്നെ മാക്സിമം ഈ പറഞ്ഞ പോലെ 4Kയും അതിന് മുകളിലുള്ള ഹൈ ഡെഫിനിഷനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തതയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഒരു ഹൊറർ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ അതും ഒരു പരീക്ഷണമായി മാറുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എടുത്ത സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റർ വരികയും അദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്തു എന്ന് പറയുകയും പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറെക്കുറെ ഒരു 15-16 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് അതിനിടയിൽ യാത്ര എന്ന സിനിമയും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരുന്നതാണ്. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സെൻസറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UA ആണ്. സിനിമ വരുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. എന്താണേലും വേൾഡ് വൈഡായിട്ട് ആദ്യമായിട്ട് മമ്മൂട്ടി സിനിമയ്ക്ക് മികച്ച ഒരു റിലീസ് വരികയാണ്. സാധാരണഗതിയിൽ നമുക്ക് കാണാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. 5ഓളം ഭാഷകളിലാണ് സിനിമ വരുന്നതായിട്ട് പുറത്തു വരുന്നത്. എന്താണെങ്കിലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഈ സിനിമ കാത്തിരിക്കുന്ന നിങ്ങൾ ആരൊക്കെയാണ് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയ.